അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉംറ യാത്രയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പം പടത്തിൽ മാത്രം നമ്മൾ മക്കവും മദീനയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇതുവരെ ഉംറയ്ക്കും പോയിട്ടില്ല, ഗൾഫിൽ നിന്ന് രാജ്യം കണ്ടിട്ടുമില്ല. അപ്പം ഉംറയ്ക്ക് പോകാനായിട്ടൊക്കെ ഉള്ള എല്ലാം റെഡിയായി കഴിഞ്ഞു. അപ്പോൾ അൽഫല ഗ്രൂപ്പിൻ്റെ ഇതിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എരുമേലി അറബി കോളേജ് അവിടെ ആയിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് വെച്ചിരിക്കുന്നത്. അപ്പം അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഇന്ന് പോവുകയാണ്. അപ്പം നമ്മളവിടെ എത്തുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ നമ്മൾക്കുണ്ടല്ലോ അവിടുന്ന് ഒരു ബാഗും ഒരു ഹാൻഡ് ബാഗും ഒരു മഫ്തായും തന്നിട്ടുണ്ട്. അവരുടെ ഗ്രൂപ്പിൻ്റെയാണ്. എന്നിട്ട് കുറച്ച് തുണിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ റെഡിയാക്കി വെച്ച് ഇൻഷാ അല്ലാഹ് 15 ദിവസം മുമ്പായിരുന്നു ക്ലാസ്. 15 ദിവസം കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഉംറയ്ക്ക് പോകാനായിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ബന്ധുക്കാരോടൊക്കെ സലാം പറയുന്ന ഭാഗമാണ് ഈ കാണുന്നത്. മക്കളോടും കൊച്ചുമക്കളോടും വേണ്ടപ്പെട്ടവരോടുമെല്ലാം നമ്മൾ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഉംറയ്ക്ക് പോകാനായിട്ട് ഇറങ്ങുന്ന ഭാഗമാണ് ഈ കാണുന്നത്. എൻ്റെ കൊച്ചുമോനാണ്, മകളുടെ മകനാണ്. എൻ്റെ മൂത്ത അണ്ണച്ചിയാണ്. അണ്ണച്ചിയോടും സലാം പറഞ്ഞു. അപ്പോൾ എല്ലാവരോടും ഞാൻ സലാം പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന എയർപോർട്ടിൽ വെച്ചാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി. അവിടെ ഉംറയ്ക്ക് പോകാനുള്ളത് 40 പേരായിരുന്നു. 40 പേര് അവിടെ എത്തി. ഞങ്ങളവിടെ വെച്ച് ഉസ്താദ് ഞങ്ങളെല്ലാവരും ദുആ ചെയ്തതിന് ശേഷം എയർപോർട്ടിനകത്തേക്ക് കയറുന്ന ഭാഗമാണിത്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിനകത്തേക്ക് കയറി. അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. വേറെ ഗ്രൂപ്പുകാർ ഇവിടെ ഉണ്ട്. പച്ചത്തലേ തുണിയിട്ട് അവിടെ നിന്ന് അത് വേറൊരു ഗ്രൂപ്പുകാരാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മോളാണിത്. അൽഹംദുലില്ലാ ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരുടെയും ചെക്കിങ്ങൊക്കെ പൂർത്തിയാകാനായിട്ട് ദുആ ചെയ്തു. അപ്പോൾ എല്ലാവരുടെയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ഞങ്ങൾ എത്തിയത്. നെടുമ്പാശ്ശേരി എയർപോർട്ടിനകം ഇത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗൾഫിന് പോകുന്നത്. ഞാൻ ആദ്യമായിട്ട് എയർപോർട്ടിനകമൊക്കെ കാണുന്നത് കേട്ടോ. പുറത്ത് നിന്നുള്ള കാഴ്ചയൊക്കെ ഇതുവരെ ഉള്ളായിരുന്നു. അൽഹംദുലില്ലാ അള്ളാഹ് റാഹത്താക്കി ഇവിടം വരെ എത്തിച്ചു. ബാക്കി കാര്യം അള്ളാഹെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കൂടെയുള്ള കൊച്ചുമോനും ഉണ്ട്. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. നേരത്തെ ഉംറയ്ക്ക് പോയിട്ടുള്ളവരുമുണ്ട്, നേരത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളവരുമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ട്. അള്ളാഹു റാഹത്താക്കിയല്ലേ അവിടെ വരെ എത്തിക്കണേ എന്നൊരു ദുആ ഉണ്ട്. പടച്ചവൻ്റെ കൃപ കൊണ്ട് എല്ലാവരുടെ ഇമിഗ്രേഷൻ കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് തന്നെ പൂർത്തിയായി. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്ന ഭാഗമാണിത്. അപ്പോൾ ഫ്ലൈറ്റിൽ ഇരുന്നതിന് ശേഷം TV നൂർന്ന് വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതുകൊണ്ട് ഞാൻ ഇതെല്ലാ ഭാഗവും ശ്രദ്ധിച്ച് ഞാൻ ഇവിടെ ഇരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ ഫ്ലൈറ്റ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമായിട്ട് ഇതിനകത്ത് വീഡിയോയ്ക്കകത്തോട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നമ്മുടെ ഫ്ലൈറ്റ് ചെറുക നീങ്ങി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പം ഞാനിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ചിറകാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് ജനലിൻ്റെ സൈഡിൽ സീറ്റല്ല കിട്ടിയത് കേട്ടോ. ഇടയ്ക്കായിരുന്നു. പക്ഷേ ഞാൻ എങ്കിലും ജനലിൻ്റെ സൈഡിൽ കൂടെ പിടിച്ചതാണ് ഈ വീഡിയോ.
ഫ്ലൈറ്റ് ഇങ്ങനെ ചെറിയ റൺവേ വഴി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആകാംക്ഷയോടെ ഞാൻ നോക്കിയിരിക്കുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയേണ്ടതിന് വേണ്ടിയാണ്. കുറേ നേരം ഇതിങ്ങനെ റൺവേ വഴി കുറച്ച് സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആകാംക്ഷയോട് പുറത്തോട്ട് നോക്കിയിരിക്കുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഫ്ലൈറ്റ് പൊങ്ങുന്ന സമയത്ത് തോന്നിയത് ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് നമ്മുടെ മേളിലോട്ട് ലിഫ്റ്റ് പോകുമ്പോൾ ഒരു ഇതില്ലേ, അത്ര മാത്രമേ എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് വേറൊന്നും തോന്നിയില്ല. ഇനി എന്തുകൊണ്ടോ എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷേ എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ എന്തായാലും ഈ ഫ്ലൈറ്റിൻ്റെ വെളിയിലോട്ട് തന്നെ നോക്കിയിരുന്നു. ഫ്ലൈറ്റ് പൊങ്ങുന്നതിൻ്റെ അനുസരിച്ച് ഭൂമിയിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയണമല്ലോ. അതിന് ഞാൻ ഇങ്ങനെ ഫ്ലൈറ്റിനകത്തൂടെ ഇങ്ങനെ നോക്കി തന്നെ ഇരുന്നു. അൽഹംദുലില്ലാ വേറൊരു ഫ്ലൈറ്റ് കണ്ടോ, വേറൊരു ഫ്ലൈറ്റ് അവിടെ വന്ന് താഴാനാന്ന് തോന്നുന്നു. പൊങ്ങുന്നുണ്ട്, ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കുക. ഏകദേശമൊക്കെ ഫ്ലൈറ്റ് പൊങ്ങി വരുന്നുണ്ട്. ഇത് ഞാനിരിക്കുന്ന ഫ്ലൈറ്റിൻ്റെ ചിറകാണ് കണ്ട ലൈറ്റ് കത്തുന്നത്. ഫ്ലൈറ്റ് പൊങ്ങുന്നുണ്ട്. ചിറകെ നോക്കുമ്പോൾ കണ്ട പൊങ്ങിപ്പോവാണേ. ലിഫ്റ്റിൽ ഇങ്ങനെ നമ്മൾ കിടന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഫ്ലൈറ്റ് പൊങ്ങുന്നതിന് മുമ്പ് അവർ അനൗൺസ്മെൻറ്റൊക്കെ ചെയ്തു ഫ്ലൈറ്റ് പൊങ്ങുവാൻ പോവുകയാണെന്നൊക്കെ. അപ്പോൾ നേരത്തെ ഫ്ലൈറ്റ് കയറിയവരായിരുന്നു 3/4 ഭാഗം, പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളായിരുന്നു തോന്നുന്നു. അപ്പോൾ ഈ നേരത്തെ കയറിയിട്ടില്ലാത്തവരെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു ഫ്ലൈറ്റ് പൊങ്ങുന്നതിൻ്റെ. അപ്പോൾ ഇനി അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം കയറി ഇരുന്ന് ഉറങ്ങുക. എന്നാൽ രാത്രിയിലായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് കറങ്ങിപ്പോകുന്നതിൻ്റെ അനുസരിച്ച് വേറെ ഫ്ലൈറ്റൊക്കെ എയർപോർട്ടിൽ കിടപ്പുണ്ടായിരുന്നു. അതാണ് ഇപ്പം നമ്മൾ കണ്ടത്, ഈ ഫ്ലൈറ്റൊക്കെ. പൊങ്ങി പോകുന്നു. അപ്പോൾ താഴെ കിടക്കുന്ന ഫ്ലൈറ്റിനൊക്കെ ഒരു മങ്ങലായി. ഫ്ലൈറ്റ് കിടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇങ്ങനെ ഫ്ലൈറ്റ് റൺവേ വഴി കറങ്ങിയോണ്ട് അത്രയും ഫ്ലൈറ്റിൻ്റെ കൂടെ നമുക്ക് പിടിക്കാൻ പറ്റി. എയർപോർട്ടിൽ കിടന്ന് ഒരു ചേച്ചിയാണ് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങിക്കൊണ്ടിരിക്കേണ്ട താഴ്ഭാഗമാണ് കാണുന്നത്. ഇവരൊക്കെ നേരത്തെ ഫ്ലൈറ്റിൽ കയറിയിട്ടുള്ളതുകൊണ്ട് ഇവർക്കൊന്നും ഇതൊന്നും ഒരു വിഷയമായിട്ട് തോന്നിയില്ല. എനിക്ക് ഭയങ്കര കൗതുകമായിട്ടാണ് തോന്നിയത്. ചേച്ചിയൊക്കെ ഉറക്കം പിടിച്ചു. ഞാനിങ്ങനെ ഭൂമിയിലെ കാഴ്ചകളും കണ്ട് വീഡിയോയും പിടിച്ചിങ്ങനെ ഇരിക്കുക. അൽഹംദുലില്ലാ ഫ്ലൈറ്റ് ഇപ്പോൾ മേഘത്തിൽ കയറിയിരിക്കുന്നു. കണ്ടല്ലോ, ഞാൻ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് താഴോട്ട് പിടിച്ച വീഡിയോ ചെയ്ത് താഴ്ഭാഗമായി മേഘം കാണുന്നത്. മേളിൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ചിറകാണ് കാണുന്നത്. അപ്പം ഏകദേശം ആകാശത്തിൻ്റെയൊക്കെ ഇടഭാഗത്ത് എത്തിയെന്ന് എനിക്ക് മനസ്സിലായി. കണ്ടോ, താഴത്തെ ഭൂമിഭാഗം ഈ മേഘം കാണുന്നത്. അപ്പം ഞാനിവിടുന്ന് അപ്പുറത്തെ സൈഡിലോട്ട് പിടിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെയൊക്കെ ഈ വീടിൻ്റെ അവിടെ 4 മണി 5 മണി 3 മണിയൊക്കെ ആകുമ്പോഴല്ലോ ചെങ്കല്ലിൽ നിർത്തി സൂര്യൻ അസ്തമിക്കുന്ന സമയം കാണുന്നത്. അതുപോലെ കണ്ടോ ആകാശത്ത് മേഘത്തിനകത്ത് ചെന്നപ്പോഴും ഇത് കണ്ട് ഞാൻ. കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ. അന്നേരം നല്ല രസമായിരുന്നു. ഇതൊന്നും വല്ല കാഴ്ച ഫ്ലൈറ്റിൽ ഇരുന്ന് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല രസമായിരുന്നു കാണാൻ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫ്ലൈറ്റിലെ യാത്ര. യാത്ര എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴതാ എയർ ഹോഴ്സസ് ഇങ്ങോട്ട് ട്രോളിയും തള്ളി ഇങ്ങോട്ട് വരുന്നു. ഇതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഒന്നുകൂടെ ആകാംക്ഷയായി വീഡിയോ പിടിക്കാനായിട്ട്. കണ്ടോ, അവർ നമുക്ക് ഫുഡും കൊണ്ട് വരികയാണ്. അൽഹംദുലില്ലാ ഇതൊക്കെ ഫ്ലൈറ്റിൽ കയറിയവരുണ്ടല്ലേ ഈ കയറിയിട്ടില്ലാത്തവർക്ക് കയറാനുള്ള ആകാംക്ഷ വളരെ ഇത് തന്നെയാണെന്നുള്ള എനിക്ക് മനസ്സിലായി.
ഭക്ഷണം എടുത്ത് എല്ലാവരുടെ മുന്നിൽ അവർ എത്തിച്ചു കൊടുക്കുന്നു. എൻ്റെ മുന്നിലും കൊണ്ടുവച്ചു. ഞാൻ ആദ്യമായിട്ടല്ലേ ഫ്ലൈറ്റേക്ക് ഇറങ്ങേണ്ട, ഭക്ഷണമൊന്നും ഞാനത്ര ശ്രദ്ധിച്ചില്ല. ജ്യൂസും ബണ്ണും ബിരിയാണിയൊക്കെ ആയിരുന്നു. പക്ഷേ ഞാനൊന്ന് ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങി എണിച്ചപ്പോഴത്തേക്ക് ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു വണ്ടി, ഫ്ലൈറ്റ്. ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ അവിടുത്തെ ബസ് മാർഗ്ഗം മദീനത്തേക്ക് 4 മണിക്കൂർ ദൂരം യാത്രയുണ്ടായിരുന്നു മദീനത്തേക്ക്. അതേ മദീനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മദീനത്തെ പള്ളിയിൽ. അപ്പം മദീനത്തെ പള്ളിയുടെ മുൻവശത്തുള്ള സൽസലാബ് ഹോട്ടലിലായിരുന്നു ഞങ്ങൾക്ക് താമസ സൗകര്യം ഒരുക്കിയിരുന്നത്. അവിടെ നിന്ന് ഫ്രഷ് ആയതിനു ശേഷം മദീനത്തെ പള്ളിയിലേക്ക് ഞങ്ങൾ എത്തുന്ന ഭാഗമാണിത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കഴിച്ചു. കണ്ടോ മദീനത്തെ പള്ളിയിലെ അള്ളാഹുവേ കൊട. ഈ കൊട കണ്ടാൽ നമ്മളവിടെ നിന്നങ്ങ് കാണും. അത്ര മനോഹരമായ മദീന. എങ്ങനെ വർണ്ണിച്ചാലും മദീനയെപ്പറ്റി പറഞ്ഞാൽ അത് നേരിട്ട് കാണുന്ന പോലെ ഒക്കത്തില്ല. ഞങ്ങൾ മദീനത്തെ പള്ളി ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കുന്ന ഭാഗമാണ്. ചെന്നുടനെ തന്നെ അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മദീനയിലെത്തിച്ചു. കണ്ടോ അവിടെ കൂളറാണിത്. മദീനത്തെ പള്ളിയുടെ മുൻവശമാണ്. വെള്ളം ഇങ്ങനെ തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഒരു ചൂടും അറിയുന്നില്ല. മദീനത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മദീനത്തെ പള്ളി അതേ ലൈറ്റ് ഇത് കാണുന്ന തൂണ് പോലെ കാണുന്ന എല്ലാ കൊടകൾ മടങ്ങി നിൽക്കുന്ന ഭാഗമാണ്. ഇത് അന്നത്തെ രാത്രിയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. കണ്ടോ കൊടകൾ, ആ കൊട നൂർന്ന് നിന്ന കൊടകളെല്ലാം മടങ്ങിയിരിക്കുന്നതാണ് ആ കാണുന്നത്. അൽഹംദുലില്ലാഹ് ജനങ്ങളെയും കൊണ്ട് ഒഴുകുവാണ്. ഒരു നിമിഷം പോലും സുജൂദില്ലാത്ത സമയമില്ല ഇവിടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ഒഴുക്ക്. അള്ളാഹുവെ മദീനയെപ്പറ്റി പറഞ്ഞാലൊന്നും എത്ര പറഞ്ഞാലും പടച്ചവനെ എൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റത്തില്ല. അതുപോലെ സുന്ദരമായ മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തി ഉറങ്ങുന്ന മദീന. അൽഹംദുലില്ലാഹ് റാഹത്തായി ഞങ്ങളെ അവിടെ എത്തിച്ചിത് കാണുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി. പഠിച്ചവനെ എതിലേ കയറി എതിലേ ഇറങ്ങണമെന്നറിയത്തില്ല. അതുപോലെ മദീനയുടെ എല്ലാ പള്ളികളുടെ അകഭാഗം എല്ലാം ഒരേപോലെ തന്നെയാണ് പണിയുക. ഇത് പുറം ഭാഗമാണ് ഈ കാണുന്നത്. അൽഹംദുലില്ലാഹ് കൂളറാണ്. ഇതൊക്കെ കണ്ട് നമ്മളവിടെ അങ്ങ് നിന്ന് കണ്ടുപോകും. അത്രയ്ക്ക് അതിമനോഹരമായ പള്ളി. ആവതുള്ളവരൊക്കെ മദീനത്തും മക്കത്തും പോയി ഉംറയും ഹജ്ജും ചെയ്യാൻ ശ്രമിക്കുക. അൽഹംദുലില്ലാഹ് പള്ളിയുടെ അകഭാഗമാണിത്. അകത്തെ ഒരു ലൈറ്റാണിത്. അൽഹംദുലില്ലാഹ് അത്ര മനോഹരമായ എല്ലാവരും വീഡിയോ പിടിക്കേണ്ട പള്ളിയുടെ അകഭാഗം ഇതുപോലെ തന്നെയാണ് മുഴുവൻ അകഭാഗവും പണി ആക്കിയിരിക്കുന്നത്. അതിനകത്തോട്ട് കയറി നമുക്ക് ഇറങ്ങി വരാൻ തോന്നത്തേയില്ല. അത്ര അതിമനോഹരമായ മദീന പള്ളി. അൽഹംദുലില്ലാഹ് അവിടെ ചെന്ന് കാണുവാനായിട്ട് അള്ളാഹു എനിക്ക് തൗഫീക്ക് നൽകി. അൽഹംദുലില്ലാഹ് ഇനിയും എല്ലാവർക്കും പോയി കാണുവാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നുണ്ട്. ജനങ്ങളുടെ ഒഴുക്കാണ്. എല്ലാവരും ഖുർആൻ ഓതും ദുആ ചെയ്യും ദിക്ർ ചെയ്യും ഒക്കെയാണ്. ഞങ്ങൾ ബസ്സിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പം ഉസ്താദ് മൈക്കിൽ കൂടെ ബൈത്തൊക്കെ ചൊല്ലിത്തന്ന്. ഞങ്ങൾ ബൈത്തൊക്കെ ചൊല്ലിയാണ് വന്നത്. അതൊന്നും വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താനേ ഒത്തിരി ദൈർഘ്യമായിപ്പം വീഡിയോ. അതുകൊണ്ടാണ്. അൽഹംദുലില്ലാഹ് നല്ല ഉത്തരവാദിത്തോടു കൂടി ഇതൊക്കെ ഞങ്ങളുടെ ആൾക്കാരാണ്. ഖുർആനൊക്കെ ഓതിയിട്ട് എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ ഓതും, കുറച്ച് സമയം ഇരിക്കും, കുറച്ച് സമയം ദിക്ർ ചൊല്ലും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ഖുർആനെല്ലാം ഓതിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദുആ ഒക്കെ സ്വീകരിക്കണേ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാണ് ഞങ്ങൾ. ഇതെല്ലാം ഉണ്ടല്ലോ സംസം വെള്ളത്തിൻ്റെ കൂളറുകളാണ്. തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം, ചൂടുവെള്ളം വേണ്ടവർക്ക് ചൂടുവെള്ളം എന്നിങ്ങനെ ഏത് വേണോ അത്. സംസം വെള്ളം ഇഷ്ടംപോലെ കുടിച്ച് അല്ലാഹുവേ നിൻ്റെ കുതിരത്ത്. സംസം വെള്ളമാണ് മൊത്തം ഈ കൂളർ തന്നെ കണ്ടാൽ എന്ത് ഭംഗിയാ റബ്ബേ. എല്ലാവരും ഖുർആനോതും ക്ഷീണിക്കും. സംസം വെള്ളത്തിൽ അവിടുത്തെ ജോലി ചെയ്യുന്ന ആളാണ്. ഇതാണ് പച്ചക്കുപ്പ. റസൂലുള്ളാഹി അന്തി ഉറങ്ങുന്ന ഈ കുപ്പയുടെ അടിവശത്താണ്. അവിടെ ചെന്ന് ഖബർ സിയാറത്ത് ചെയ്യാനായിട്ട് അള്ളാഹു അനുഗ്രഹം തന്ന പടച്ചവനെ 1000 വട്ടം ഞാൻ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഏത് പള്ളിക്കകത്ത് കയറി ഏതിൽ ഇറങ്ങണമെന്നറിയത്തില്ല. അതുപോലെ എല്ലാ ഭാഗങ്ങളും പള്ളിയുടെ ഒരുപോലെ പണിതിട്ടിരിക്കുന്നു. ഒരേ വാതിലുമായിട്ട് കയറുന്നിടത്തൂടെ ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെയാണ്. ചെന്ന് കണ്ടാലേ അതിൻ്റെ വർണ്ണനയെപ്പറ്റി നമ്മൾ എത്ര വർണ്ണിച്ചാലും മനസ്സിലാകത്തില്ല.
അതിമനോഹരമായ പള്ളിയുടെ വർണ്ണനയാണ്. അൽഹംദുലില്ലാ, ഇതെല്ലാവർക്കും ചെന്ന് കാണാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇപ്പോൾ വീൽ ചെയറിലൊക്കെയാണ് ആളെ ഉന്തിക്കൊണ്ട് അവിടെ കണ്ട് ചെന്ന് കഴിയുമ്പോൾ നമുക്കൊക്കെ പടച്ചവനെ, നമ്മളൊന്നും ഇവിടുത്തെ ഒന്നുമല്ല റബ്ബേ. പള്ളിക്കവൻ ഇവിടെ നോക്കിയാലും ഒരേ രീതിയിലാണ് പള്ളിയുടെ പണി. ഓരോ ലൈറ്റുകൾ കണ്ട, അൽഹംദുലില്ലാ. ഞങ്ങളുടെ പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങേണ്ട പുറഭാഗം ഇത് അലങ്കരിക്കപ്പെട്ട കുടകളാൽ വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ കുടകൾ കണ്ടില്ലേ. ഒരല്പം പോലും ചൂട് ആ ഭാഗത്തേക്കില്ല. കുടകളുടെ മണ്ടയ്ക്കാണ് ആ ചൂട് മൊത്തം വരുന്നത്. എല്ലാവർക്കും പോയി ഖബർ സിയാറത്ത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ പടച്ചവൻ. ഇനിയും പോകണമെന്ന് ആഗ്രഹമുണ്ട്, അത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സംസം വെള്ളത്തിൻ്റെ കൂളറാണ്. അൽഹംദുലില്ലാ, ഞങ്ങളെക്കൊണ്ട് ഉസ്താദ് എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തന്ന് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അറിയാത്തതും അറിയുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് ഞങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിച്ച് ഉസ്താദിന് ആയുസ്സും ആരോഗ്യം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ആ ഉസ്താദിൻ്റെ കൂടെ തന്നെ കുടുംബത്തോടെ പോയി ഉംറ ചെയ്യാനുള്ള അനുഗ്രഹവും കിട്ടട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതാണ് നമ്മുടെ കുട നൂർന്ന് വരുന്ന ഭാഗമാണിത്. സുബഹി കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ഇറങ്ങി വരാൻ നേരമാണ് ഈ കുട നൂർന്നുകൊണ്ടിരിക്കുന്നത് കണ്ട. പെട്ടെന്ന് ഞാൻ വീഡിയോ പിടിക്കുകയായിരുന്നു. കുട മടങ്ങുന്ന വീഡിയോ പിടിക്കാനായിട്ട് പല വട്ടം ഞാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ ചെന്ന സമയത്തൊന്നും കുട മടങ്ങുന്ന കണ്ടില്ല. കണ്ട, ഇതൊരു 8 മണിയാകുമ്പോഴത്തേനും അവിടെ നൂരും. എല്ലാ കുറ്റിയിലെയും കുടകൾ ഇങ്ങനെ ഒരുപോലെ നൂരും. ഇത് നമ്മൾ കണ്ടു നിന്നാണല്ലോ അതിമനോഹരമായ ഈ കാഴ്ച. ഞങ്ങൾ പള്ളിയിൽ കയറി നമസ്കരിച്ച് ഞങ്ങൾക്കൊരു വെള്ളിയാഴ്ച ഇവിടെ കൂടാൻ പറ്റി. 5 ദിവസമായിരുന്നു ഞങ്ങൾ മദീനത്ത്. ഞങ്ങളിവിടുന്ന് പോയത് ഫസ്റ്റ് മദീനത്തേക്കാണ്. അപ്പോൾ ഈ വീഡിയോ എൻ്റെ പാർട്ട് 1 മദീനയാണ്. ഇനി പാർട്ട് 2 മക്ക വരുന്നുണ്ട്. അത് ഈ വീഡിയോയ്ക്ക് ശേഷം 2-3 ദിവസത്തിനകമായിട്ട് തന്നെ ഞാൻ ഇത് ഇടും. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണണം. ഓരോരുത്തരൊക്കെ ഖുർആനൊക്കെ ഓതിയിട്ടൊക്കെ ക്ഷീണിച്ചൊക്കെ കിടക്കുവാണ്. പല രാജ്യങ്ങളിൽ വരുന്നവരുടെ എല്ലാവർക്കും ക്ഷീണവും കാര്യങ്ങളുമായിട്ട് ഓതി പള്ളിയിൽ തന്നെ കഴിച്ചു കൂട്ടും. 5 ദിവസം ഞങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ 5 ദിവസം മദീനത്തെ പള്ളിയിൽ തന്നെയാണ്. 5 നേരം നമസ്കരിച്ച് അവിടെ ദിക്ർ ചൊല്ലി അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളുണ്ടല്ലോ 4 ദിവസമായി ഞങ്ങളെ ഉണ്ടല്ലോ മദീനത്ത് ഒരു ഈന്തപ്പനത്തോട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി ഉസ്താദ്. ഞങ്ങളെ കൊണ്ടുപോയി ഈന്തപ്പന ഫാമിലാണ് കൊണ്ടുപോയി. കണ്ടല്ലോ ഈന്തപ്പനം. അൽഹംദുലില്ലാ, ഈ കാഴ്ചയൊന്നും കാണാൻ പടച്ചവൻ തൗഫീക്ക് എന്നല്ലോ. ഈന്തപ്പഴമൊക്കെ ഇവിടെ വന്ന് ഉണങ്ങി ഈന്തപ്പഴമല്ലേ കണ്ടിട്ടുള്ളത്. റബ്ബ് ദേ പച്ചയ്ക്ക് പച്ച ഈന്തപ്പഴം. നല്ല എന്താ ഭംഗി, എന്താ രസത്തിലാണ് കിടക്കുന്നതെന്ന് നോക്കി. അൽഹംദുലില്ലാ, ഈന്തപ്പന. അൽഹംദുലില്ലാ. നോക്കിക്കേ, എന്തോ ഒരു ഭംഗിയാണെന്നറിയാം ഇത് കാണാൻ. നമ്മുടെ ഇവിടെയൊക്കെ പാക്ക് കൊലച്ച് പൂത്ത് കിടക്കുന്നതുകൊണ്ട് വലിയ കൊലയായിട്ട് അവിടെ കിടക്കുന്ന ഈന്തപ്പഴം. ഇവരുണ്ടല്ലോ ഇതിനകത്തുണ്ടല്ലോ നമ്മുടെ ഇവിടുത്തെ സബോള ചാക്ക് വരത്തില്ലേ, സബോള വരുന്നത് അത്ര ചാക്ക് കെട്ടിവിട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവരോട് ചോദിച്ചു ഇത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് പഴുത്തിട്ട് പൊഴിഞ്ഞ് വീഴും. അപ്പോൾ അത് ആ ചാക്കിൽ തന്നെ വീഴേണ്ടിയിട്ടാ, മണ്ണിൽ നിന്ന് പറക്കണ്ടല്ലോ, മണ്ണിനകത്ത് വീഴുന്നതിനാണ്. അപ്പോൾ അത് ഈന്തപ്പന തോട്ടമാണിത്, ഫാമിലാണ്. അതിന് ഈന്തപ്പനയ്ക്ക് വെള്ളം ഒഴിക്കാനായിട്ടുള്ള വെള്ളത്തിൻ്റെ ടാങ്ക് ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല രസം. ഇതിനകത്ത് വെള്ളം പുഷ് ചെയ്യുന്ന കാണാൻ നല്ല ഭംഗി. ഇതിനകത്ത് അടുത്ത് നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നല്ല ഭംഗി തന്നെയാണ് ഈ വെള്ളം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് കണ്ട, എന്തോ അത്ഭുതമാണ് പടച്ചവൻ, എന്തൊരു ഭംഗിയാണെന്നറിയത്. ഈന്തപ്പനയ്ക്ക് വെള്ളം ഒഴിക്കുന്ന
വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നുണ്ടാണിത്. ശേഖരിച്ചുകൊണ്ട് പൈപ്പിൽ കൂടെ ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ മക്കയും മദിനയും പോയി കാണുമെന്ന് ഓർത്തില്ല. കാരണം ബസ് കണ്ടാൽ, വണ്ടി കണ്ടാൽ ഉടനെ ഛർദ്ദിക്കുന്ന ആളായിരുന്നു ഞാൻ. ദേ കണ്ട ഈന്തപ്പനയുടെ അവിടോട്ട് ദേ കണ്ട ചാലി വെട്ടിക്കൊടുത്തിരിക്കുക വെള്ളം പോകാനായിട്ട്. എന്തോ അത്ഭുതമായിട്ടാണ് എൻ്റെ ഛർദിൽ നിന്ന് പോയത്. ഇത് കണ്ടോ, ഈന്തപ്പനയുടെ ഓല കണ്ട് നമ്മളിവിടെയൊക്കെ റൂഫിങ് ചെയ്തിട്ട് ഷീറ്റ് ഇടത്തില്ല മണ്ടയ്ക്ക് എന്ന് പറഞ്ഞ പോലെ ഓല കൊണ്ട് ഷീറ്റാക്കി അവർ ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ചൂട് കാറ്റ് വരുമ്പോൾ അത് മാറിപ്പോയാന്ന് അവർ പറഞ്ഞു. അൽഹംദുലില്ലാ എൻ്റെ ഛർദിലിനെ അള്ളാഹു എനിക്ക് കുറച്ചുകൊണ്ട് ഒരു വട്ടം പോലും എന്നെ ഛർദ്ദിച്ചുമില്ല. ഇത് കണ്ട ഈന്തപ്പഴം പഴുത്ത് കിടക്കുക, ചാക്ക് ഇട്ടിരിക്കുന്ന ചാക്കിനകത്തോട്ട് പൊഴിഞ്ഞ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വട്ടം പോലും എനിക്ക് ഛർദ്ദിക്കാൻ പറ്റില്ല. പടച്ചവൻ്റെ കുതിർത്ത് കൊണ്ട് ഒരു പനി പോലും ഞങ്ങൾക്ക് പോയവർക്കാർക്കും ഉണ്ടായില്ല. എല്ലാവർക്കും പനി വന്നതൊക്കെ നാട്ടിൽ വന്നതിന് ശേഷമാണെന്ന് പറയുന്നത് കേട്ടു. അതേ ഇത് കണ്ടോ ചാക്കിനകത്ത് മറച്ച് വെച്ചിരിക്കുക. ഞങ്ങളിത് കണ്ട ആകാംക്ഷയ്ക്കുണ്ടല്ലോ തോട്ടത്തിലോട്ട് ഇറങ്ങിയിട്ട് ചാക്കെല്ലാം മാറ്റി ഇങ്ങനെ വീഡിയോ പിടിക്കുക. ഇതൊക്കെ മറക്കാൻ പറ്റും, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മദീന. നിറച്ചും കായ കിടക്കും ഓരോ മരത്തിലൊക്കെ നിറച്ചും കായ കിടക്കുന്നേ. ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടല്ലോ, എല്ലാവരും ഓരോ പനയുടെ ചുവട്ടിൽ നിൽക്കുക അത്ഭുതത്തോടെ ഇത് കണ്ടോണ്ട്. അൽഹംദുലില്ലാ ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ തന്നെ കാണാൻ പറ്റിയല്ലോ, റബ്ബിൻ്റെ മണ്ണിൽ പോയി. അതുകൊണ്ട് ഛർദിലും കാര്യങ്ങളൊക്കെ ഉള്ളവർ ബസ്സിൻ്റെയും ബസ്സും ഒക്കെ കയറുന്നവർ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പടച്ചനോട് ദുആ ചെയ്യുക. ഞാനാണെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ പോലും എനിക്ക് വണ്ടിയെ പോകാൻ പറ്റത്തില്ല, അന്നേരത്തിന് ഛർദ്ദിക്കുമായിരുന്നു. പടച്ചവൻ എൻ്റെ ഛർദിലിനെ പെട്ടെന്നാണ് എനിക്ക് പിടിച്ച് നിർത്തിയതും പെട്ടെന്നാണ് എനിക്ക് ഉംറയ്ക്ക് പോകാനുള്ള ഒരു സാഹചര്യം അള്ളാഹു ഒരുക്കി തന്നതും. പടച്ചവനെ ഞാൻ ഒരിക്കലും ഛർദിൽ കാരണം പോകുമെന്ന് ഓർത്തില്ല. അതുകൊണ്ട് ദുആ ചെയ്താൽ മതി. ഛർദിലും കാര്യങ്ങളും ഉള്ളവർക്കൊക്കെ പോകാൻ പറ്റും. ഞാനുണ്ടല്ലോ ഞാൻ പോയ ഗ്രൂപ്പിൻ്റെ നമ്പറുണ്ടല്ലോ ഈ വീഡിയോയുടെ ഒടുവിലിടുന്നതായിരിക്കും. കേരളത്തിൻ്റെ ഏതെങ്കിലും ദിക്കിൽ നിന്ന് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഞാനിടുന്ന വീഡിയോയ്ക്കകത്ത് നമ്പരുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. അത് നിങ്ങൾക്ക് ക്ലാസ്സും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത് തന്നെ അവർ റെഡിയാക്കി തരുന്നതായിരിക്കും. ഞങ്ങളിപ്പോൾ എരുമേലി അറബി കോളേജിൽ നിന്നാണ് ക്ലാസ് കേട്ടത്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള അതാണ്. അപ്പോൾ കേരളത്തിലെ ഏത് ദിക്കിലുള്ള ആൾക്കാർക്കും ഉസ്താദന്മാർ അവിടെ സൗകര്യം ഒരുക്കി തരും അവരവരുടെ സ്ഥലത്ത് തന്നെ. അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഒടുവിലായിട്ട് ഇതിൻ്റെ നമ്പരും കാര്യങ്ങളും ഇടുന്നുണ്ട്. ആ നമ്പറിൽ ആർക്കെങ്കിലും ഉമ്മറയ്ക്കോ ഹജ്ജിനോ ഒക്കെ പോകേണ്ടവരുണ്ടെങ്കിൽ ബന്ധപ്പെടുക. ഇതുണ്ടല്ലോ ഞങ്ങളെ അവർ ചെന്നപ്പോൾ സൽക്കരിച്ച കടിഞ്ചായയും ഈന്തപ്പഴം തന്ന സൽക്കരിച്ചായിരുന്നു ഫാമിൽ ചെന്നപ്പം. പക്ഷേ എന്ത് പറ്റുമെന്നറിയാം, എല്ലാവരും കഴിച്ചിട്ട് പെട്ടത്ത് തോട്ടത്തിലോട്ട് ഇറങ്ങി. ഈ 2 അമ്മമാർ മാത്രം അവിടെ ഇരുന്ന് അവർക്ക് ഇറങ്ങി വരാൻ വയ്യായിരുന്നു. അപ്പോൾ അതാണ് ലാസ്റ്റ് കിട്ടിയ എനിക്ക്. എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ പിടിച്ചത്. അപ്പം ഞങ്ങൾക്കിങ്ങനെ ഈന്തപ്പഴവും കടിഞ്ചായം തന്നവർ സൽക്കരിച്ച് ഞങ്ങളിങ്ങനെ ഈന്തപ്പഴ മരത്തിൻ്റെ ചുവട്ടിലൊക്കെ പോയിന്ന് വീഡിയോ ഒക്കെ പിടിച്ചു. അൽഹംദുലില്ലാ കണ്ട സന്തോഷത്തോടെ അതിമനോഹരമായ മദീന പള്ളിയുടെ വർണ്ണനെ എല്ലാം പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്നത് അത്ര മനോഹരമാണ്. നമ്മൾ നേരിട്ട് തന്നെ കാണാൻ അള്ളാഹുവിനോട് തേടുക എല്ലാവരും. ഞങ്ങൾ പോയ ഗ്രൂപ്പിലെ ആളുകളൊക്കെ കുറച്ച് പേരാണിത്. ആണുങ്ങളൊക്കെ അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങി ഈന്തപ്പനെ ഫാമിനൊക്കെ കയറിയെന്ന് തോന്നി ഈന്തപ്പഴം മേടിക്കാനായിട്ട്. അതെൻ്റെ നാത്തൂനാണ്. അങ്ങനെ ഞങ്ങൾ ഈന്തപ്പഴം മേടിക്കാനായിട്ട് ഫാമിലോട്ട് കയറി. അൽഹംദുലില്ലാ ഫ്രഷായ സാധനം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ തന്നെ പറിച്ച് ഉണങ്ങിയ ഈന്തപ്പഴങ്ങളാണിത്. അല്ലാതെ ഇതിനകത്ത് മായൊന്നും ചേർക്കാത്ത ഫ്രഷ് സാധനമാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ഈന്തപ്പഴത്തിൻ്റെ വിലയും ചോദിച്ച് ഈന്തപ്പഴമൊക്കെ മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഞങ്ങളും കയറി. അപ്പം ഞാനൊരു ഈന്തപ്പഴം കൊണ്ടുള്ള പല പല സാധനങ്ങളാണ് ഇരിക്കുന്നത്. കണ്ടിട്ടുള്ളതും കാണാത്തതുമായ സാധനങ്ങളുണ്ട്. അൽഹംദുലില്ലാ ഈന്തപ്പഴം കൊണ്ടുള്ള മുട്ടായികളാണിത്. കണ്ടോ, എള്ളും ബദാം പരിപ്പും ഒക്കെ ചേർത്ത ഈന്തപ്പഴം വെച്ച് മിഠായികൾ. ഈന്തപ്പഴമാണ് അണ്ടിപ്പരിപ്പൊക്കെ വെച്ചത്. ഇതിനൊക്കെ നല്ല വിലയൊക്കെ, ഞങ്ങൾ വിലയൊക്കെ ചോദിച്ചായിരുന്നു. ഒരുപാട് സൈസിൽ ഒരുപാട് മിഠായികളുണ്ടായിരുന്നു ഈന്തപ്പഴം വെച്ച്.
ഇതെല്ലാം ഈന്തപ്പഴം വെച്ച് ഓരോരോ മിഠായികളാണ്. ഇതെല്ലാം ഈന്തപ്പഴത്തിൻ്റെ എസൻസൊക്കെയാണ്. ഇതിനൊക്കെ ഭയങ്കര വിലയാണ്. ഞാൻ ഇത് വിലയൊക്കെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ഇവിടുത്തെ. ഞാൻ തിരിച്ച് അതുപോലെ അങ്ങ് വെച്ചു. ഒന്നാമത് ഷുഗറാണ്, പിന്നെ എസൻസ് കൂടെ മേടിച്ചിട്ട് ഇനി ഷുഗർ കൂട്ടണ്ടല്ലോ നിർത്തും. ഇത് ഈന്തപ്പഴം വെച്ച് ഈന്തപ്പഴത്തിനകത്ത് ബദാം പരിപ്പ് വെച്ച മിഠായിയാണ്. ഓരോ തരത്തിലുള്ള ഓരോ സൈസ് ഈന്തപ്പഴമാണ്. അല്ല ഈന്തപ്പഴത്തിൻ്റെ എസൻസാണ്. ഇതൊക്കെ ഇത് പകുതി പഴുത്തതും പകുതി പച്ചയായ ഈന്തപ്പഴം. ഇതൊക്കെ ഒരുപാട് ഞങ്ങൾ പള്ളിയിൽ ഇരുന്നപ്പോൾ കഴിച്ച് കേട്ടോ. പള്ളിയിൽ ഓരോരുത്തർക്ക് ഇങ്ങനെ നമുക്ക് ഇരുന്ന് ദുആ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അതിയായിട്ട് കൊണ്ടുതരും. അതൊക്കെ ഞങ്ങൾ ഒരുപാട് കഴിച്ചു. അൽഹംദുലില്ലാ ഇതെല്ലാം കാണാൻ പറ്റില്ല. നേരിട്ട് തന്നെ പച്ച ഈന്തപ്പഴം, മറ്റേ ഉണങ്ങിയ ഈന്തപ്പഴമായിരുന്നല്ലോ വീട്ടിലൊക്കെ കൊണ്ടുവരുമ്പം കാണുന്നത്. അതുകൊണ്ട് ഇതൊക്കെ പച്ചയ്ക്കൊക്കെ കാണാൻ പറ്റി. ഇത് പകുതി പഴുത്തതും പകുതി പച്ചയും. നല്ല രസമാണ് ഇത് കഴിക്കാൻ. ആദ്യമായിട്ട് കഴിക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ കമർപ്പ് പോലെ തോന്നും. ഇത് പലതരത്തിലുള്ള ഈന്തപ്പഴമാണത്. ഈ ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എടുത്തെണ്ണം ചവച്ച് നോക്കുമ്പോൾ അങ്ങ് ഉണങ്ങി അങ്ങ് കൊട്ടയായിരിക്കുന്നു. ഇതൊക്കെ നല്ല ഈന്തപ്പഴമാണ്. ഇത് കണ്ട വേറൊരു സൈസ് ഈന്തപ്പഴം ഭയങ്കര കട്ടിയായി ഈന്തപ്പഴം കടിക്കുമ്പോൾ. ഇത് നല്ലപോലെ ഇതിനും ഒരു കട്ടിയാണ്, ഒരു മയമില്ലാത്ത ഈന്തപ്പഴം. ഇതൊക്കെ നല്ല ഈന്തപ്പഴമാണ് കേട്ടോ. ഒരു മായവും ചേർക്കാത്ത നല്ല ഒറിജിനൽ ഈന്തപ്പഴം. ഈന്തപ്പഴത്തിൻ്റെ തോട്ടത്തിൽ നിന്ന് ഈന്തപ്പഴത്തിൻ്റെ ഫാമും അവിടെ തന്നെയാണ്. ഒരുപാട് ഈന്തപ്പഴങ്ങൾ, ഒരുപാട് സൈസിൽ ഒരുപാട് ഈന്തപ്പഴങ്ങൾ കണ്ട് അവിടെ നിന്ന്. അൽഹംദുലില്ലാ. അപ്പം ഞങ്ങൾ മക്കത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മദിനത്തെ ഫാമിൽ കൂടെ പോയി ഈന്തപ്പഴമൊക്കെ ഞങ്ങളെല്ലാവരും മേടിച്ചു. എല്ലാവരും അവരവരുടെ കാശിൻ്റെ വലിപ്പം അനുസരിച്ച് അവരവരുടെ ഇതാണ് ഞങ്ങളുടെ മെയിൻ ഉസ്താദാണ് നീല ഷാളിട്ടത്. ആ ഉസ്താദാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പം ഈന്തപ്പഴമൊക്കെ മേടിച്ച് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുകയാണ്. കണ്ട 6 ചാക്ക് ഈന്തപ്പഴം ഞങ്ങൾ മേടിച്ച്. ഞങ്ങളെന്നല്ല, ആണുങ്ങൾ മേടിച്ച് ഈന്തപ്പഴം കേട്ടോ. ഈ 6 ചാക്ക് ഞങ്ങൾ പെണ്ണുങ്ങൾ കവറിനകത്ത് കുറേശ്ശെ വാങ്ങിച്ചു. ഞങ്ങൾ ഇതുപോലെ കുറേശ്ശെ വാങ്ങിച്ചുള്ളൂ പെണ്ണുങ്ങളൊക്കെ. ഇത് ആണുങ്ങളെല്ലാവരും കൂടെ മേടിച്ചാണ് ഈ 6 ചാക്ക് ഈന്തപ്പഴം. അത് ഞങ്ങൾ പോയ ബസ്സിനകത്ത് അതിൻ്റെ ഡിക്കിയിലോട്ട് കയറ്റിയിടുക. ഈന്തപ്പഴം ഫാമിൽ ചെന്നപ്പോൾ ഒറിജിനലല്ലേ, അതുകൊണ്ട് എല്ലാവരും ഈന്തപ്പഴം മേടിച്ചു. അങ്ങനെ ഈന്തപ്പഴം കണ്ട് ഈന്തപ്പഴ ഫാമിൽ ചെന്ന് മനസ്സ് നിറയെ ഈന്തപ്പഴ തോട്ടവും പച്ച ഈന്തപ്പഴം എല്ലാം കണ്ടോ. വീണ്ടും വരുന്നതേ ഉള്ളൂ ഈന്തപ്പഴ ചാക്ക് കേട്ട്. അങ്ങനെ ഈന്തപ്പഴത്തോട്ടത്തോട് ഞങ്ങൾ വിട പറയുന്ന ഇതാണ് ഇവിടെ കാണുന്നത്. എന്ത് രസമായത് കാണാനല്ല. പടച്ചവൻ്റെ അനുഗ്രഹം, പടച്ചവൻ്റെ കുതിർത്തുകൊണ്ട് ഇതെല്ലാം പോയി കാണാൻ പറ്റി. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ മദീന പള്ളിയിൽ ചെന്നു. മദീന പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ ഈ പ്രാവുകൾക്കെല്ലാവരും ഉണ്ടല്ലോ, പ്രാവിൻ്റെ തീറ്റി മേടിച്ച് കൊടുക്കും. എന്നിട്ട് പറയും അത് സദക്ക കൊടുക്കുന്നതാണെന്ന് പറയും. ഞാനും ഒരു കവർ മേടിച്ച് കേട്ടോ. മേടിച്ചിട്ടുണ്ട്. എവിടെ ഏത് പള്ളിയിൽ ചെന്നാലും ഉണ്ടല്ലോ പ്രാവുണ്ട് കേട്ടോ, പ്രാവും പൂച്ചയും. അപ്പം അടുത്ത പാർട്ട് 2 മക്കത്തെ വീഡിയോ ഇടുമ്പം വീണ്ടും ഇതിലും കൂടുതൽ കാര്യങ്ങളുമായിട്ട് ഞാൻ വരുന്നത്. ഇത് പാർട്ട് 1 മദീനയാണ്. ഇനിയും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ പാർട്ട് 2 മക്ക വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോയുടെ ഇടയ്ക്ക് ഞാനങ്ങ് ഓർമ്മിപ്പിക്കുന്ന കേട്ടോ. അൽഹംദുലില്ലാ പ്രാവിന് ഞങ്ങൾ തീറ്റിയെല്ലാം കൊടുത്തു.
അങ്ങനെ പ്രാവിന് ഞങ്ങൾ തീറ്റയെല്ലാം കൊടുത്ത് അൽഹംദുലില്ലാ മദീനത്തോട് ഞങ്ങൾ വിട പറഞ്ഞ് മക്കത്തേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനുണ്ടല്ലോ ഞങ്ങൾ പോയ ഗ്രൂപ്പിൻ്റെ നമ്പർ ഇടുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഉസ്താക്കന്മാർ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഭക്ഷണത്തിന് യാത്രയ്ക്ക് ചെയ്യാം, ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു യാത്രയായിരുന്നു മദീന വരെ. ഞങ്ങൾ മക്കത്തെ വരുന്നുണ്ട്, അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഞങ്ങൾ മദീനയോട് സലാം പറഞ്ഞു പോവുകയാണ്. അപ്പം നമ്പരുമായിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.